എന്താ ഇത്? ഇന്ന് മുതൽ കൂലി കൂട്ടിത്തരാമെന്ന് മുതലാളി ഞങ്ങളോട് സമ്മതിച്ചിരുന്നല്ലേ? പൗലോസേ, മര്യാദയ്ക്ക് തരുന്ന മേടിച്ചോണ്ട് പോ. ഇത് ന്യായമല്ല മുതലാളി. നീ ന്യായം പഠിപ്പിക്കാൻ. മുതലാളി, കണ്ണിമാങ്ങ കറി വയ്ക്കാനുള്ളതാ. കരാറുകൾ പാലിക്കപ്പെടാനുള്ളത്. Maybe we are coolies, poor laborers, but we are not rascals. Gone are the days when you could ill-treat us, punish us and destroy us. This is the day of the poor, the common man. If you utter the word rascal once again, your silver cheeks will enjoy the mark of my golden fist. Understand? Cut. എന്താ എന്ത് പറ്റി? നന്നാല് പറഞ്ഞു തന്റെ ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാരാ? അത് സാർ, ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കയ്യിൽ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് മലയാളം TV സീരിയലാ, ഇംഗ്ലീഷ് അല്ല, മനസ്സിലായോ? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള സാറിന്റെ തോന്നലാ. ഏത് തൊഴിലാളിയാണോ ഇംഗ്ലീഷിൽ കടുവറക്കുന്ന പോലെ ഡയലോഗ് പറയുന്നത്? സാർ അങ്ങാടിയൊന്നും കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് മുതലാളിമാരെക്കാളും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തൊഴിലാളികളാ. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഡയറക്ടറെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ടറെ എനിക്ക് വേണ്ട. ക്ഷമിക്കണം സാർ, ഞാൻ സാറിനെ വേദനിപ്പിച്ചു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോടോ. അത് സാറിന്റെ വിവരക്കേടും അറിവില്ലായ്മയും കൊണ്ടാ. ഞാൻ പോവാ. എന്തിനാ സ്പോൺസറേഴ്സിനെയും ദൂരദർശനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത്? ഇതേപോലുള്ള സംവിധായകർ ഉള്ളിടത്തോളം കാലം സീരിയലുകൾ കണ്ട് കണ്ണീര് കുടിക്കാനേ നമ്മുടെ പ്രേക്ഷകർക്ക് യോഗമുള്ളൂ. ഗെറ്റ് ഔട്ട്! എന്താ സാറേ പ്രശ്നം? ഈ ഡോർ തുറക്കുന്നില്ല. അത്രേ ഉള്ളോ? ഏതാ എന്റെ താക്കോല്? പുതുതായിട്ട് വാങ്ങിയ കാറാണേ, താക്കോല് ഏതെന്ന് മറന്നുപോയി. അതൊന്നും സാരമില്ല. ഈ പൂട്ട് തുറക്കുന്നതിനും പ്രഥമം വയ്ക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക നാക്ക് വേണം. ഇപ്പൊ കാണിച്ചുതരാം. എങ്ങനെയുണ്ട്? എന്റെ കാർ മോഷ്ടിക്കുന്നു, പിടിക്കാതെ! പോലീസ്! പോലീസ്! അതെ, ഇംഗ്ലീഷുകാരൻ തന്നിട്ട് പോയ സോറി എന്ന വാക്കുകൊണ്ട് ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും സോറി എന്ന വാക്കിന് പകരം ക്ഷമിക്കണം എന്ന മലയാള മണ്ണിന്റെ മനോഹരമായ പദം ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യവും അഭിലഷണീയവുമെന്ന് ഞാൻ മൈലന്നെ വെച്ച് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളം ഉണ്ടല്ലോ തന്റെ നാക്കിന്. താങ്ക് യു ചേട്ടാ. മൈലിനെ പോലെ ഞാനും ഒരു സുന്ദരനാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തട്ടിയിട്ടത് പോലെ പിന്നെ കിടന്ന് വളവളാന്ന് വാചം അടിക്കുന്നു. പരാതിക്കാരി പാലിക്കുന്ന ഈ മാന്യത, ഈ അന്തസ്സ് സാക്ഷികളായ നിങ്ങൾക്കും പാലിച്ചാലെന്താ? ഇതിനൊരു പരിഹാരമായിട്ട് വേണമെങ്കിൽ എന്നെയും താഴെ തള്ളിട്ടോ. സംസാരിച്ചു നിന്ന് ഇനി അഥവാ ഞാൻ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയാൽ അതും കണ്ടക്ടറുടെ ഭാഗത്തുള്ള തെറ്റായ KSRTC മാനേജ്മെന്റ് കാണും. മീനൻ രാശിയിലെ പൂരിട്ടാതി അന്ത്യവാദത്തിന് ദോഷസ്ഥാനമായ 6-ൽ നിന്ന് അനുകൂലമായ 7-ലേക്കാണ് വ്യാഴപ്പകർച്ച. സാറേ, എന്ത് പറ്റിയുടെ വഴിക്കൊക്കെ? ഞാൻ എന്റെ സമയം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വന്നതാ. ഇനി കുറച്ചു നാളത്തേക്ക് നിന്റെ സമയം വളരെ നല്ലതാണെന്ന് ഞാൻ കഴിഞ്ഞ മാസം നോക്കി പറഞ്ഞല്ലേ. അത് എപ്പോഴും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിന്റെ കയ്യിലിരിപ്പ് വളരെ മോശം. എന്റെ കയ്യിലെന്താ? ഒന്നുമില്ലല്ലോ. ഈ ടൈപ്പ് തമാശയൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെ TV സീരിയലിൽ തന്നെ കാച്ചിയാൽ മതി. എടാ, ലീവ് അപ്ലിക്കേഷൻ പോലും തരാതെ ഇങ്ങനെ മുങ്ങി അടക്കാൻ തുടങ്ങിയിട്ട് നാളെ തിരി. അത് ഒരു കലാകാരന്റെ അന്തർദാഹം. വാഴക്കൊല. പുതിയ റീജിയണൽ മാനേജർ ചാർജ് എടുത്തിരിക്കുക. എംപ്ലോയീസിനെ ഏതെല്ലാം രീതിയിൽ പിരിച്ചുവിടാൻ പറ്റും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി. ആ ബസ് മാത്രമല്ല കേട്ടോ, ഓഫീസ് പോകുമ്പോൾ ടൈം ടിക്കറ്റ് 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 അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ?
എവിടെയാ? ഇതാ, ഒരു പത്മ. ഒരു ടവർ ജംഗ്ഷൻ. എന്നെ മനസ്സിലായില്ലേ? ബസ് ചാടി കയറിയപ്പോ തട്ടിയിട്ട് ഉരുണ്ട് വീണ മനസ്സിലായി. ചേഞ്ച് ഇല്ലേ? ഇല്ലാത്തോണ്ടാ. ഇതുപോലെ 2 രൂപയുടെ ടിക്കറ്റിന് 100ന്റെ നോട്ടും കൊണ്ട് 10 പേര് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ 100 രൂപ നോട്ട് വരുമ്പോ ചില്ലറ ഇല്ലാന്ന് മുറുക്കാൻ കടക്കാരും ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും പറഞ്ഞ സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കുറിച്ചിട്ടുണ്ട്. നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ എത്ര പ്രാവശ്യം പറയുന്നു? സമ്മാർദ്ദം കാണിക്കുന്നോ? ഇവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ സിസ്റ്റർ, വൃത്തികേടെ കാണിക്കും. പോട്ടെ, സാരമില്ലെന്നേ. വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാ. സ്മാർട്ട് ആവില്ലേ? 2-3 ദിവസമായി ഇവന്മാർക്ക് ഈ രോഗം തുടങ്ങിയിട്ട്. രോഗം ഞങ്ങൾക്കല്ല, നിനക്കാ. ദേ പെണ്ണേ. അല്പക്കൂടെ മാന്യമായിട്ടൊക്കെ പെരുമാറിക്കൂടെ സഹോദര? നീ ആരടാ ഇവളുടെ ലോക്കൽ ഗാർഡിയനോ? അതെ, ആണെന്ന് തന്നെ വെച്ചോ. നിന്റെയൊക്കെ ധൈര്യം ഒന്ന് കാണട്ടെ. ചോണുണ്ടെങ്കിൽ തൊട്ട് നോക്കണം ഒന്നൂടെ. തൊട്ടാൻ എന്തിയോടാ? എന്തിന്റെ കാര്യത്തിന് തൊട്ട് നോക്കണം? തൊട്ട് നോക്കണം. നിന്റെയൊക്കെ ട്രെയിനിങ് ഇവിടെ അല്ല കാണിക്കുന്നത്, ബസ്സിനകത്ത്. എന്ത് തോന്നിയാസം കാണിക്കപ്പെടാ? അങ്ങനെ സമ്മതിക്കില്ല. പൗരബോധമുള്ള ചെറുപ്പക്കാരിവിടെ ഉണ്ട്. അയ്യോ വേണ്ട. കണ്ടക്ടർ അങ്ങോട്ട് മാറി. എനിക്ക് സ്വല്പം ജോലിയുണ്ട്. കോളേജിൽ പഠിച്ചിട്ട് എന്നടാ എവരും കണ്ടക്ടറായിട്ടൊക്കെ പറഞ്ഞത് കേട്ടോ? യാത്ര ചെയ്യാനുള്ള യോഗ്യതല്ല. ഇറങ്ങിപ്പോടാ കേട്ടോ? അവനിങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങ പോടാ പോടാ. നിന്നെ ഞങ്ങളുടെ കിട്ടൂടാ. കിട്ടിയാ നീ ഞൊട്ടും പോടാ. പിന്നെ നമ്മളെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് എന്നടാ വന്നത്? പിന്നെ പോടാ. അതെ, സാറിന്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരുടെ സിമ്പതി ഒന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, സിമ്പതിയുടെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള ബാക്കി കിട്ടിയില്ല. 98 റുപ്പീസ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണേ. അല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഗോപാലനൊരു അതെ, ഇന്നത്തെ ഈ പത്രത്തിലൊരു ലേഖനമുണ്ട്. വനിതാ കണ്ടക്ടർമാർ സേവനത്തിന്റെ പാതയിൽ ഒരു പുതിയ വിഭാഗം. വായിച്ചോ? വായിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാ. അപ്പൊ നിങ്ങളാണ് അബ്ദുൽ ഖാദർ? അത് പിന്നെ എന്റെ തൂലിക നാമോ. യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇരിക്കൂ. ഇതാ സാർ. ഇതൊന്നും വേണ്ട. വിശ്വാസമില്ലാത്ത കണ്ടക്ടർമാരെ മാത്രമേ ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? സമ്മതിച്ചു, അല്പം പ്രായക്കൂടുതലാണ്. പക്ഷേ എന്റെ മനസ്സ് ഇന്ദുവിനേക്കാൾ ചെറുപ്പാണ്. ഒരുപാട് അന്വേഷിച്ചു, ഇപ്പോഴാണ് കണ്ടെത്തിയത്. എന്നൊരു സമ്മതം മൂടൽ മാത്രമാണ് എനിക്ക് ആവശ്യം. ഇന്ദു എസ് പറയുന്നവരെ എന്നും ഞാൻ ഈ ബസ്സിൽ കയറിക്കൊണ്ടേയിരിക്കും. വരട്ടെ. തലമൂത്ത് നരച്ചിട്ടും. ഇത് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതൊന്നും വേണ്ട. കുറച്ചുനാളിങ്ങനെ നടക്കുമ്പോ പുള്ളിക്കാരനെ തന്നെ മടുത്തോളും. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. അയ്യോ വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. പത്രത്തിൽ വനിതാ കണ്ടക്ടർമാരെ കുറിച്ച് എഴുതിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ. അത് എഴുതിയ അബ്ദുൽ ഖാദറെ KSRTCയിലെ സ്റ്റാഫാ. ഞങ്ങളെയൊക്കെ കാണിച്ചതിന് ശേഷമാ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് തന്നെ. ആളിറങ്ങണം. ചമ്മണ്ട സ്റ്റോപ്പ് ആകട്ടെ. TV സീരിയലിൽ അഭിനയൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ TV സീരിയലിൽ അഭിനയിക്കുന്ന ആരാ? എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ അഭിനയിച്ച മിക്ക സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയാനൊന്നും കരുതണ്ട. നിങ്ങളുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടം.